ഒമാന്റെ തലസ്ഥാനം വീണ്ടും ആഘോഷത്തിൽ നിറയുന്ന മസ്കത്ത് നൈറ്റ്സിന് പുതുവർഷത്തിൽ തിരിതെളിയും. നഗരത്തിന്റെ വിവിധ വേദികളിലായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ രാവുകൾക്കാണ് തുടക്കമാവുക. ഏതൊക്കെയാണ് വേദികൾ, എന്തൊക്കെയാണ് പരിപാടികളെന്ന് വിശദമായി അറിയാം. രശ്മി ജയദാസ് ചേരുന്നുണ്ട്. രശ്മി, പ്രധാനമായും വേദികൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ജീന, ഒമാന്റെ തന്നെ ശീതകാല ഉത്സവം എന്ന് വിളിക്കുന്ന മസ്കറ്റ് നൈറ്റ്സിന് ആരംഭം കുറിക്കുകയാണ്. ജനുവരി 1 മുതൽ 31 വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇതോടെ തിരിതെളിയുന്നത്. പുതുവർഷത്തിൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ 8 പാർക്കുകളിൽ അല്ലെങ്കിൽ 8 വേദികളിലായാണ് വിവിധ ആഘോഷങ്ങൾ നടക്കുക. കല, സാംസ്കാരികം, കായികം, വിനോദം തുടങ്ങി വിവിധ ആഘോഷങ്ങൾ ഈ മസ്കറ്റ് നൈറ്റ്സിനോടനുബന്ധിച്ച് നടക്കും. 2 ദശലക്ഷം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടിയിരിക്കുന്നത്. കൂടാതെ തന്നെ സിറാജ് എന്ന കഥാപാത്രമാണ് ഇത്തവണത്തെ മസ്കറ്റ് നൈറ്റ്സിന് ഒരു പ്രത്യേകതയായി അധികൃതർ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മസ്കറ്റ് നൈറ്റ്സ് സന്ദർശകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് സിറാജ് എന്നത്. ഒമാന്റെ ആകാശത്തിലൂടെ നീങ്ങുന്ന ഒരു പ്രകാശത്തിന്റെ ബാലൻ എന്നർത്ഥം വരുന്ന രീതിയിലാണ് സിറാജ് എന്ന കഥാപാത്രത്തെ മസ്കറ്റ് നൈറ്റ്സിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ദൃശ്യാകർഷണമാണ് സിറാജ് എന്നതുകൊണ്ട് അധികൃതർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പ്രതീകാത്മക ഒമാനി പ്രകാശപുത്രനാണ് മസ്കറ്റ് ഈ സിറാജ് എന്ന കഥാപാത്രം കൊണ്ട് ഈ വേദികൾ ഉദ്ദേശിക്കുന്നത്. വേദികൾ 8 വേദികളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ആദ്യം ഗുറം നാച്ചുറൽ പാർക്കിൽ നിന്ന് തുടങ്ങി അമീറാത്ത് പബ്ലിക് പാർക്ക് വരെ നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ വേദികളിലായി ഒമാൻ ഓട്ടോമൊബൈൽസ് അസോസിയേഷൻ, റോയൽ ഒപ്പേറ ഹൗസ് മസ്കത്ത് തുടങ്ങിയവയിലെല്ലാം വേദികളാണ്. സീ ബീച്ച്, ഗുരയാത്ത്, വിലയാത്ത് തുടങ്ങിയവയെല്ലാം വേദികളാണ്. വാദി അൽഗൂത്ത്, ഗുറം നാച്ചുറൽ പാർക്ക് വരെ നീളുന്നതാണ് വേദികൾ. വിവിധ പരിപാടികൾ മസ്കറ്റ് നൈറ്റ്സുമായി സംബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സംഗീതവും ജലപ്രദർശനങ്ങളും, ഡ്രോൺ ഷോ, കുടുംബ ഗെയിമുകൾ തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ദൈനംദിന പരേഡുകൾ, പ്രാദേശിക അന്തർദേശീയ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവയും മസ്കറ്റ് നൈറ്റ്സിൽ ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക, കലാ, സംഗീത പരിപാടികൾ, സർക്കസ് തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമാണ്. കുട്ടികൾക്കായി വർക്ക്ഷോപ്പുകൾ, ഡ്രിഫ്റ്റിംഗ്, കാർ ഷോ, സിപ്ലൈനിംഗ്, ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവയും പരിപാടിയിലുണ്ട്. ഫിറ്റ്നസ് സെക്ഷനുകൾ, ബീച്ച് ഫുട്ബോൾ തുടങ്ങിയവയും പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വോളിബോൾ ടൂർണമെന്റുകൾ, അന്താരാഷ്ട്ര ഡിസൈനർമാർ പങ്കെടുക്കുന്ന ഫാഷൻ വീക്ക് തുടങ്ങിയവയും പരിപാടിയിലുണ്ട്. അമീറാത്ത് പബ്ലിക് പാർക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുറം നാച്ചുറൽ പാർക്ക് തുടങ്ങിയവയാണ് പ്രധാന പൈതൃക ഗ്രാമവേദികൾ. ജീന.